mesmerizing wedding collection. Tejaswini by Chungat Jewelry. മാസം മുമ്പ് ഗതാഗതത്തിന് തുറന്നുകൊടുത്ത അങ്കമാലി അങ്ങാടിക്കടവ് അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴയുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച് നിർമ്മാണം 6 മാസം കൊണ്ട് പൂർത്തീകരിക്കാമെന്നായിരുന്നു പ്രഖ്യാപനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കഴിഞ്ഞ ഫെബ്രുവരി 22-നാണ് രാജ്യത്തെ റെയിൽവേയുടെ പൂർത്തീകരിച്ച പദ്ധതികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അങ്ങാടിക്കടവ് അടിപ്പാതയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ പദ്ധതിയുടെ കാലാവധി 4 മാസം കഴിഞ്ഞിട്ടും നിർമ്മാണം പൂർത്തീകരിക്കാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. ഒട്ടേറെ പ്രതിഷേധങ്ങൾക്കും പ്രതീകാത്മക സമരങ്ങൾക്കും ഒടുവിലാണ് ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ശാശ്വത പരിഹാരമായി തുരങ്കപാതയ്ക്ക് റെയിൽവേ പച്ചക്കൊടി വീശിയത്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് നിർമ്മാണം തുടങ്ങിയത്. പിന്നെ ഒരു രോഗിനെ കൊണ്ടുപോകാനായിട്ടുള്ള സൗകര്യം വേണ്ട, ഞങ്ങൾ കറങ്ങി പോകണ്ടേ. ഒരു വർഷം കൊണ്ട് ആവുമാണ് ഈ പണി തുടങ്ങിയിട്ട്. 6 മാസം കൊണ്ട് തീർക്കുമെന്നാ പറഞ്ഞായിരുന്നേ. അപ്പൊ അത് 6 മാസം കൊണ്ട് തീർത്തു. വഴിയുടെ പണി ഇപ്പൊ എത്താതെ കിടക്കാണ്. പരിഹാരം കണ്ടെത്താൻ ആരും ഉദ്ഘാടനം കഴിഞ്ഞ പാല. തുടക്കത്തിൽ അതിവേഗമായിരുന്ന നിർമ്മാണമാണെങ്കിലും പിന്നീട് ഇഴഞ്ഞ് നീങ്ങുകയായിരുന്നു. 2 മാസം മുമ്പ് മഴ ആരംഭിച്ച സമയത്ത് തുരങ്കപാതയുടെ വശങ്ങളിലെ മണ്ണിടിഞ്ഞ് ട്രക്കുകൾക്ക് ബലക്ഷയം സംഭവിച്ചതോടെ രാത്രിയിൽ 4 മണിക്കൂറിലേറെ ട്രെയിൻ ഗതാഗതം മുടങ്ങിയിരുന്നു. അത്യധികം ഉയരമുള്ള വാഹനങ്ങൾ ഒഴികെ ബസ്സുകൾ, ടോറസുകൾ അടക്കമുള്ളവ കടന്നുപോകുന്ന വിധം വിപുലമായ രീതിയിലാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. മഴ ശക്തി പ്രാപിച്ചതോടെ അടിപ്പാതയുടെ വശങ്ങളിലെ മണ്ണിടിയുകയും പദ്ധതി പ്രദേശമാകെ ചെളിക്കുണ്ടും വെള്ളക്കെട്ടുമാണ്. പ്രദേശവാസികളും അതിന്റെ ദുരിതം നേരിടുകയാണ്. കാൽനട പോലും അസാധ്യമായ അവസ്ഥയിലാണ്. പീച്ചാനിക്കാട്, വട്ടപ്പറമ്പ് പ്രദേശങ്ങളുള്ളവർക്ക് അങ്കമാലി ടൗണിലേക്ക് എത്താൻ കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കേണ്ട നിലയിലാണ്. ഞങ്ങൾക്ക് അങ്കമാലി ടൗണിലേക്ക് പോകാനായിട്ട് ആകെ 3.5 കിലോമീറ്റർ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ 10 കിലോമീറ്റർ ചുറ്റി വളഞ്ഞത് വന്നത്. ഇയാൾ 6 മാസം കൊണ്ട് പണി തീർക്കാൻ പോകുന്നത് 1 വർഷമാകുമ്പോഴാണ്. ഇപ്പോൾ ഒരു രോഗിനെ കൊണ്ടുപോകാൻ മറ്റുള്ള ഇതിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഇഴഞ്ഞാണ് പണി നീങ്ങണത്. ഇപ്പോൾ ഇവിടുന്ന് കടന്നു നടക്കാൻ കയറി നടക്കാൻ പോലെ ഞങ്ങൾക്ക് വഴിയില്ല. ഇതിലെ നടന്നു പോകാനുള്ള വഴിയില്ല. ഒരു വണ്ടി കൊണ്ടാൻ പറ്റില്ല. ഒരു രോഗിനെ ആസ്പത്രിയിൽ കൊണ്ടാൻ പറ്റില്ല. പണികൾ പൂർത്തീകരിച്ച് തുരങ്കപാത തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾക്കൊരുങ്ങുകയാണ് നാട്ടുകാർ.